രോഗവിമുക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ആവശ്യമായ ഘടകം ന്യൂട്രീഷണൽ ലിറ്ററസി അല്ലെങ്കിൽ ഡയറ്ററി ലിറ്ററസി. ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളിലുമുള്ള പോഷകാംശങ്ങളെക്കുറിച്ചുള്ള അറിവാണ് നമ്മുടെ പല രോഗങ്ങളെയും നമുക്ക് തടയാൻ സാധിക്കുന്നത്. നമുക്കെന്നറിയാം, രോഗം ഒരു 3-4 കാറ്റഗറി വരും. ഒന്നാമത്തെ കാറ്റഗറി ജീവിതശൈലി രോഗങ്ങളെന്ന് പറയും. ഡയബറ്റീസ്, അല്ലെങ്കിൽ PCOD, യൂട്രസിലെ മുഴ, ലിവറിലെ ഫാറ്റി ലിവർ, പൊണ്ണത്തടി, അമിതവണ്ണം, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജനിതകമല്ല, എക്സസ് കാലറിയാണ്, അമിതമായിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ അമിതമായി ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാറ്റഗറിയിൽപ്പെട്ട രോഗങ്ങൾ. ഇനി ഭക്ഷണമില്ലാതെയുള്ള ചില കാറ്റഗറിയിൽപ്പെട്ട രോഗങ്ങൾ. പല പാവപ്പെട്ട രാഷ്ട്രങ്ങളിൽ ഇന്നും ജനങ്ങൾ മരിക്കുന്നത് ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന ചില സമൂഹങ്ങളുണ്ട് ഇന്ന് ലോകത്തിൽ. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി, അതായത് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി. ഉദാഹരണം അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി. കാൽഷ്യം കുറവ് കാരണം എല്ല് തേയ്മാനം ഇന്ന് സർവ്വസാധാരണമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ആൾക്കാരുടെ വെയിറ്റ് 100 കിലോ ഉണ്ട്, പക്ഷേ എല്ലിന് ശക്തിയില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം കാലറി ഉണ്ട്, പക്ഷേ പോഷകാംശങ്ങളില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം വീർത്തിരിക്കും, ഉരുണ്ട് തടിച്ചിരിക്കും, എല്ലിന് ബലമില്ല. രക്തത്തിൽ അയണിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്, വൈറ്റമിൻ ഡിയുടെ കുറവാണ്. അത് ഇന്നത്തെ ഈ മോഡേൺ സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. കലോറി അല്ല, കലോറി ഇഷ്ടം പോലെയുണ്ട്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. പിന്നെ വേറൊരു കാറ്റഗറിയിൽപ്പെട്ട രോഗങ്ങളാണ് വൈറസും ബാക്ടീരിയകളെല്ലാം കൊണ്ടുവരുന്ന ചില സാംക്രമിക രോഗങ്ങളെന്ന് പറയും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രോഗങ്ങൾ. അതിൽ ഈ ജീവിതശൈലി രോഗങ്ങളെ തടയാൻ വേണ്ടി ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്ന് നിർത്തോണ്ടോ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ വന്ന് നിർത്തോണ്ടോ സാധ്യമല്ല. ഭക്ഷണത്തിനെക്കുറിച്ചുള്ള ഒരു ലിറ്ററസി, സാക്ഷരതയാണ് നമുക്കിവിടെ ആവശ്യം. പ്രത്യേകിച്ച് കൊഴുപ്പുകളെക്കുറിച്ചുള്ള സാക്ഷരത. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലക്ഷ്യം ഏതൊക്കെ ഫാറ്റുകളാണ് ബെസ്റ്റ് 5 ഫാറ്റുകൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. കാരണം ഫാറ്റുകളെക്കുറിച്ചും കൊളസ്ട്രോളിനെക്കുറിച്ചും പല മിഥ്യാധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നോടൊരു ക്ലാസ് എടുക്കാൻ പറയും, ഒരു 90% പാർട്ടിസിപ്പൻസ് എന്നോട് പറയാറുണ്ട്, അയ്യോ ഫാറ്റ് വളരെ മോശമാണ്, കൊഴുപ്പ് വളരെ മോശമാണ്, കൊഴുപ്പ് കഴിച്ചാൽ ഹൃദ്രോഗം വരും, കൊഴുപ്പ് കഴിച്ചാൽ തടി കൂടുമെന്നുള്ളത്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം പറയുമ്പോൾ, ഒരു ഫംഗസ് മുതൽ മാമൽസ്, സസ്തനികളുടെ വരെ കോശത്തിൻ്റെ ഭിത്തിയും അവരുടെ DNA സംരക്ഷിക്കപ്പെടുന്ന ന്യൂക്ലിയസും എല്ലാം തലച്ചോറ് വരെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കൊളസ്ട്രോളും കൊഴുപ്പും വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന 5 ബെസ്റ്റ് എഡിബിൾ ഓയിൽസ് ഫോർ കുക്കിംഗ്. കുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് 5 കൊഴുപ്പുകളെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫാറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം. 3 തരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് ആണ് ഒരു കൊഴുപ്പിലുള്ളത്. നമ്മളത് എന്ത് കൊഴുപ്പായിക്കോട്ടെ, കോക്കനട്ട് ഓയിലായിക്കോട്ടെ, സൺഫ്ലവർ ഓയിലായിക്കോട്ടെ, ഒലിവ് ഓയിലായിക്കോട്ടെ, എന്ത് കുക്കിംഗ് എഡിബിൾ ഓയിൽസ് ആയിക്കോട്ടെ, അതിൽ 3 തരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും, സാച്ചുറേറ്റഡ് ഫാറ്റ്. രണ്ടാമത്തത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയും, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഇത് 3 ഏത് നമ്മൾ എഡിബിൾ ഫാറ്റുകൾ, നമ്മൾ ഭക്ഷ്യയോഗ്യമായ എണ്ണകൾ ഉപയോഗിച്ചാൽ അതിനുള്ളിലുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ. ഉദാഹരണത്തിന് കോക്കനട്ട് ഓയിൽ നമുക്ക് നോക്കാം. 92% കോക്കനട്ട് ഓയിൽ സാച്ചുറേറ്റഡ് ഫാറ്റാണ്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കോക്കനട്ട് ഓയിൽ 6% വരുന്നത്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 2% വരുന്നത്. എനിക്ക് സൺഫ്ലവർ എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. സൺഫ്ലവർ ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് നോക്കിയാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് 15% ഉള്ളൂ. കോക്കനട്ട് ഓയിൽ എത്രയുണ്ട്? 92%. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 20%. സൺഫ്ലവർ ഓയിൽ പ്രധാനമായിട്ടുള്ളത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. ഇനി ഒലിവ് ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ സാച്ചുറേറ്റഡ് ഫാറ്റും കുറവാണ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കുറവാണ്. മെയിനായിട്ടുള്ളത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഏത് തരത്തിലുള്ള എഡിബിൾ ഓയിൽ എടുത്തു കഴിഞ്ഞാലും ചിലതിനകത്ത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലായിരിക്കും, ചിലതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിരിക്കും, ചിലതിനകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഫാറ്റി ആസിഡ്സിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എഡിബിൾ ഓയിൽ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 40-50 വർഷമായിട്ട് ലോകത്തിലുള്ള ഹെൽത്ത് ഏജൻസികളും കാർഡിയാക് സൊസൈറ്റികളും പറഞ്ഞു സാച്ചുറേറ്റഡ് ഫാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഹൃദ്രോഗത്തിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലുള്ള സൺഫ്ലവറും റിഫൈൻഡ് ഓയിൽസും പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയേ. പക്ഷെ നമുക്കിവിടെ എന്താണെന്നും അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ
ഹൃദ്രോഗികളുടെ എണ്ണം 10 മടങ്ങായിട്ട് വർദ്ധിച്ചു. പ്രമേഹ രോഗികളുടെയും അമിതവണ്ണമുള്ളവരുടെയും നിരക്ക് വളരെയധികമായിട്ട് കുറച്ചു. വിരോധാഭാസം എന്ന് പറയട്ടെ, കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലുള്ള റിഫൈൻഡ് ഓയിൽസ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ നല്ല കൊളസ്ട്രോളും കുറയ്ക്കുന്നത് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഇത് കൂട്ടുന്നത്. പക്ഷേ വെളിച്ചെണ്ണ, ഇവിടെ പ്രത്യേകത, വെളിച്ചെണ്ണ ചള്ള് കൊളസ്ട്രോൾ കൂട്ടും എന്നതായിട്ട് ഇഷ്ടംപോലെ പഠനങ്ങൾ പറയുന്നുണ്ട്. അതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഈ ചള്ള് കൊളസ്ട്രോൾ വെളിച്ചെണ്ണ കൂട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ല കൊളസ്ട്രോൾ ഡബിളായിട്ട് ഇത് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. HDL എന്ന് പറയും. അപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നു ഹൃദ്രോഗത്തിൻ്റെ പ്രധാന കാരണം ചള്ള് കൊളസ്ട്രോൾ കൂടുതലുള്ളത് കൊണ്ടല്ല, നല്ല കൊളസ്ട്രോൾ കുറവുള്ളത് കൊണ്ടാണ് ഹൃദ്രോഗം വരുന്നതെന്നാണ് പറയുന്നത്. അവിടെയാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പം ഇന്ന് പുതിയ പഠനങ്ങളെല്ലാം നേരെ ഉൾട്ടയാക്കാൻ തുടങ്ങി. ഇപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരു വില്ലാളിയല്ല. അതുകൊണ്ടാണ് സാച്ചുറേറ്റഡ് ഫാറ്റുള്ള ബട്ടറും വെളിച്ചെണ്ണയും നമ്മുടെ ഫുഡ് മെനുവിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണവും. അതിന് പകരമായിട്ട് വന്ന പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഇന്ന് എല്ലാ പഠനങ്ങളും പറയുന്നു, പല ഹെൽത്ത് ഏജൻസിയും പറയുന്നു നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്നാണ് എല്ലാ പുതിയ പഠനങ്ങളും പറയുന്നത്. നമുക്കപ്പം ഈ കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ 5 ബെസ്റ്റ് കുക്കിംഗ് ഓയിൽസാണ് ഞാൻ അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്പർ 1 ബെസ്റ്റ് കുക്കിംഗ് ഓയിൽ കോക്കനട്ട് ഓയിലാണ്. 50% കോക്കനട്ട് ഓയിൽ ലോറിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു മിറക്കിൾ ആസിഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 50% കോക്കനട്ട് ഓയിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ലോറിക് ആസിഡാണ്. ഈ ലോറിക് ആസിഡ് അമ്മയുടെ മുലപ്പാൽ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും, ഒബേസിറ്റി, കൊഴുപ്പ് കോശങ്ങളിലുള്ള ദുർമേധസ്സരി ഇത് കുറയ്ക്കാനും ഇത് സഹായകരമാണ്. അതുപോലെ ഇത് ഹൈലി സ്റ്റേബിൾ ആണ് ഫോർ ഹൈ ഹീറ്റിംഗ് കുക്കിംഗ്. നമ്മൾ കുറച്ച് 1-2 പ്രാവശ്യം ചൂടാക്കിയാലും ഈ കോക്കനറ്റിനകത്തുള്ള ഫാറ്റി ആസിഡ്സ് വളരെ സ്റ്റേബിൾ ആണ്. അപ്പം നമ്പർ 1 കുക്കിംഗ് ഓയിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, കോക്കനട്ട് ഓയിൽ. പ്രത്യേകിച്ച് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയും, MCT. അത് കോക്കനറ്റിനകത്താണ് ഏറ്റവും കൂടുതൽ MCT ഉള്ളത്. ഏകദേശം 60-65% കോക്കനട്ട് ഓയിലും മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ബാക്കി ഈ ഭൂഭൂത്തുള്ള എല്ലാ എഡിബിൾ ഓയിൽസും ലോങ് ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. പ്രത്യേകിച്ച് ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡിൽ പെട്ട ലോറിക് ആസിഡ് ആണ് കോക്കനട്ട് ഓയിലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. ദ കോക്കനട്ട് ഓയിൽ സ്റ്റാൻഡ് ഔട്ട് ഫ്രം അതർ ഓയിൽ because of huge amount of lauric acid. The lauric acids സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, സ്ട്രെസ് ഉണ്ട്, വെയിറ്റ് ലോസിനുണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇൻഫെക്ഷൻസിന് ഇത് കൗണ്ടർ ചെയ്യാൻ സാധിക്കും, ഡൈജഷന് നല്ലതാണ്, ഡയബറ്റിക് പേഷ്യൻസ് നല്ലതാണ്, ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. കാരണം ഇത് HDL വർദ്ധിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ എൻ്റെ ഫേവററ്റ് ഓയിൽ, കുക്കിംഗ് ഓയിൽ, നെയ്യാണ്. ഗീ, ബട്ടർ ആൻഡ് ഗീ രണ്ടും ഒരേ തുല്യമാണ്. നമുക്കറിയാം ബ്രാഹ്മിൻസ് കമ്മ്യൂണിറ്റി അവരുടെ പ്രധാനപ്പെട്ട എഡിബിൾ ഫാറ്റ് നൂറ്റാണ്ടുകളായിട്ട് നെയ്യും വെണ്ണയുമായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് ഡോക്ടർ വെങ്കട്ടരമണ ഹെഗ്ഡെ. ഈ വെങ്കട്ടരമണ ഹെഗ്ഡെയാണ് ഒരു ബ്രാഹ്മിനാണ്, ഹവ്യക്ക ബ്രാഹ്മിനാണ്. ഇദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ അമേരിക്കയിൽ നിന്ന് എൻ്റെ ജോലി ഒഴിവാക്കി കർണാടക വന്ന് സെറ്റിലാകുന്നത് 2010. ഇന്ന് അദ്ദേഹം ഒരു 200 ബെഡുള്ള ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥനാണ്. ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ കാർവാറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ആ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ കാർവാറിൽ, അവിടെ ആ പ്രദേശത്താണ് ഈ ഹവ്യക്ക ബ്രാഹ്മിൻസിൻ്റെ പ്രദേശം. എൻ്റെ ഹോസ്പിറ്റലും അതിൻ്റെ അടുത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, ഇവരുടെ പാരമ്പര്യമായിട്ടുള്ള ഇവരുടെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ 365 ദിവസവും ഒരു കട്ടി കുറഞ്ഞൊരു ദോശ ഉണ്ടാക്കും. പേപ്പറിൻ്റെ അത്രയും കനമുള്ളൂ. ഈ ദോശയുടെ ഒപ്പം കഴിക്കുന്നത് സാമ്പാർ കൂട്ടിയല്ല അവർ കഴിക്കുന്നത്, ചട്നി കൂട്ടിയല്ല കഴിക്കുന്നത്, നെയ്യ്. ദോശ കൊണ്ടിടും, ചെറിയ ദോശയായതും കൂടി ഒരു 8-10 നമുക്ക് കഴിക്കാം. നെയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടേബിൾ സ്പൂണിലാണ്, 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കൊണ്ട് നമ്മൾ സെർവ് ചെയ്യുന്നത്. പിന്നെ കയ്യിലാണ് സ്ത്രീകൾ കയ്യിലാണ് അവർ ബട്ടർ എടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിലോട്ടിടുന്നത്. അപ്പം നെയ്യും ബട്ടറും തേങ്ങാ ചമ്മന്തിയിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കും. ഈ 3 ഫാറ്റുകൾ നിറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവരുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നത്. വേറെ ഉപ്പുമാവോ പുട്ടോ അങ്ങനെയുള്ള ഒരു സാധനം ഇവർ ഐറ്റംസ് ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇത്ര ഫാറ്റ് കഴിക്കുന്ന ഈ ബ്രാഹ്മിൻസ്, നെയ്യ് കഴിക്കുന്ന ബ്രാഹ്മിൻസിൻ്റെ അവിടെ ആ പ്രദേശത്ത് ഹൃദ്രോഗം കേട്ടുകളി പോലുമില്ല. ഈവൻ ഡോക്ടർ ഹെഗ്ഡെയുടെ ആൻസസ്റ്റർ വീടുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഇതൊരു പഠനം നടത്തേണ്ട, ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കേണ്ട ഒരു ഡയറ്ററി ഹാബിറ്റ്സ് ആണ് ഈ ബ്രാഹ്മിൻസിൻ്റെ ഡയറ്ററി ഹാബിറ്റ്സ്. ഇവിടെ ഹൃദ്രോഗവും പ്രമേഹവും ആർക്കും ഇല്ല. പക്ഷേ ഇവരുടെ കുട്ടികളെല്ലാം ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ബാംഗ്ലൂർ സിറ്റിയിൽ പോയി നെയ്യും വെണ്ണയും കഴിക്കുന്നത് ഒഴിവാക്കി ദോശയും മസാല ദോശയും മറ്റേ സ്വിഗ്ഗി എന്നുള്ള സ്വീറ്റ്സും നൂഡിൽസ് എല്ലാം കഴിക്കാൻ തുടങ്ങിയതോടെ ഇവരിലെല്ലാം അമിതവണ്ണവും പൊണ്ണത്തടിയും
ഹൃദ്രോഗവും പ്രമേഹവും എല്ലാം ധാരാളമായിട്ട് കാണപ്പെടാൻ സാധിച്ചു. ഈ ഡോക്ടർ ഹെഗ്ഡയുടെ അപ്പൻ്റെ 2 അനിയന്മാരുണ്ട്. ഞാനുമായിട്ട് വളരെ ക്ലോസ് ആണ്, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നത്. ആ സ്ത്രീയപ്പച്ചി ജയപ്പച്ചി എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ വെയിറ്റ്, ഞാൻ ജയപ്പച്ചി ശ്രീയപ്പച്ചി എന്നാണ് അവരെ വിളിക്കുന്നത്, അവരുടെ വെയിറ്റ് 50 കിലോയേ ഉള്ളൂ, ആണുങ്ങളുടെ വെയിറ്റ്. അവരുടെ ഭാര്യമാരുടെ വെയിറ്റ് ഒരു 40 കിലോ ഉണ്ടാകത്തുള്ളൂ. ഡെയിലി കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പം ബ്രാഹ്മിൻസ് നമുക്കറിയാം നൂറ്റാണ്ടുകളായിട്ട് ധാരാളം എണ്ണയും നെയ്യും കഴിച്ചു. ഇവരെല്ലാവരിലും ഒരു ഹൃദ്രോഗവും പ്രമേഹവും ഇല്ലായിരുന്നു. പക്ഷേ ഇവരുടെ പിൻതലമുറക്കാർ ഈ നെയ്യ് കഴിക്കുന്നത് കുറച്ചപ്പോൾ, റിഫൈൻഡ് ഓയിൽസ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കെല്ലാം ഡയബറ്റീസും ഹൃദ്രോഗം വന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണത്. അപ്പോൾ ഗീ ആൻഡ് വെരി ഗുഡ് ഫാറ്റ്, ഗീ ഈസ് ദ അമേസിങ് ഫാറ്റ് ടു പ്രൊട്ടക്ട് ഫ്രം മൾട്ടിപ്പിൾ ഡിസോർഡേഴ്സ്. നെക്സ്റ്റ് ഹെൽത്ത് ബെനിഫിറ്റ് ഓഫ് സോ മെനി സ്റ്റഡീസ് ഉണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട് ഗീനെക്കുറിച്ച്. ഗീ ഒരു സൂപ്പർ ഫാറ്റാണ്, സൂപ്പർ ഫുഡാണ്. മൂന്നാമത്തെ എൻ്റെ ബെസ്റ്റ് ഫാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർക്ക് ഫാറ്റാണ്, പോർക്കിലുള്ള ലാർഡ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ 2000 വർഷമായിട്ട് റിഫൈൻഡ് ഓയിൽ ഉത്ഭവം ചെയ്യുന്നതിന് മുമ്പ്, 2000 വർഷം മുമ്പ്, നൂറ്റാണ്ടുകളായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഫാറ്റ് ഈ ലാർഡായിരുന്നു, ആൻഡ് ബട്ടർ. കാരണം നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ ശൈത്യപ്രദേശങ്ങളായതുകൊണ്ട് അവിടെ നമ്മളുണ്ടാക്കുന്ന ഈ തേങ്ങയോ ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളൊന്നും അവിടെ വളരത്തില്ല, അവിടുത്തെ കാലാവസ്ഥ കാരണം. അതുകൊണ്ട് അവർക്ക് ആനിമൽ ഫാറ്റായിരുന്നു അവരുടെ മേജറായിട്ടുള്ള ഫാറ്റ്. അപ്പോൾ നൂറ്റാണ്ടുകളോളം ഈ റിഫൈൻഡ് ഓയിൽ ഉത്ഭവിക്കുന്നത് വരെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അമേരിക്കയിലുമെല്ലാം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുക്കിംഗ് ഓയിലാണ് പോർക്ക് ഫാറ്റ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള 5 പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ ഫാറ്റാണ്. ഇറ്റ്സ് ഒരു മെഡിസിൻ നമുക്ക് പറയാൻ സാധിക്കും, അത്ര സൂപ്പർ ഫാറ്റാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നോക്കിയാൽ ലാഡിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 40% അതുപോലെ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ലാഡിൽ ഏറ്റവും കൂടുതലുള്ളത്. അതായത് ലാഡിനകത്ത് ലാഡെന്ന് പറഞ്ഞാൽ ഈ പോർക്ക് ഫാറ്റിന് പറയുന്ന പേരാണ് ലാർഡ്. അപ്പോൾ പോർക്ക് ഫാറ്റ് 40% മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ളപ്പോൾ ഒലിവ് ഓയിൽ 70%. അതായത് ഒരു 60 മുതൽ 70% വരെ ഒലിവ് ഓയിലിൻ്റെ അതേ സ്ട്രക്ചറാണ് ഇതിനുള്ളത്, ഈ പോർക്കിൻ്റെ ഫാറ്റിനുമുള്ളത്. അപ്പോൾ ചൈനയിലൊക്കെ പ്രധാനമായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. ഈ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് പോർക്ക് ഫാറ്റ് സോട്ട് ചെയ്ത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും വളരെ അമേസിങ് ടേസ്റ്റാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് മാത്രമല്ല, ഇത് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടുന്നു, നമ്മുടെ ചള്ളു കൊളസ്ട്രോൾ ഇത് കുറയ്ക്കുന്നു. വളരെ സ്റ്റേബിളാണ്, ഹീറ്റ് ചെയ്താലും വളരെ സ്റ്റേബിളാണ്. ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഹൈ ഹീറ്റ് ടെമ്പറേച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇത് വളരെ സ്റ്റെബിലിറ്റി ഉള്ളൊരു ഫാറ്റാണ് പോർക്ക് ഫാറ്റ്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഒലിവ് ഓയിലുമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള ഒരു ഫാറ്റാണ് ലാർഡ് അല്ലെങ്കിൽ പോർക്ക് ഫാറ്റ് എന്ന് പറയുന്നത്. അടുത്തത് omega-3 ഫാറ്റ് ഇൻ ഫിഷ്. നമുക്കറിയാം മത്തി, അയല അല്ലെങ്കിൽ ചെമ്പല്ലി, ഈ 3 മീനുകളിലാണ് സമുദ്രത്തിൽ ഇന്ത്യൻ കോസ്റ്റൽ സൈഡിൽ പിടിക്കുന്ന ഈ 3 മീനുകളാണ് ഏറ്റവും കൂടുതൽ omega-3 ഫാറ്റി ആസിഡ് ഉള്ളത്. എല്ലാ ഫിഷ് ഓയിലിലും omega-3 ഇല്ല, ഷാർക്ക് ഓയിലിനകത്ത് omega-3 ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐക്കൂറ, ആവോലി ഇങ്ങനെയുള്ള മീനിൻ്റെ എണ്ണയിലും omega-3യുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഏറ്റവും കൂടുതലുള്ളത് മത്തിയിലും അയലയിലും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പല്ലിയൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഫിഷുകളിലാണ് ഏറ്റവും കൂടുതൽ omega-3 ഫാറ്റി ആസിഡ് ഉള്ളത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ തലച്ചോറിനും ഉണ്ടാക്കിയിരിക്കുന്നത് omega-3 ഫാറ്റി ആസിഡ് വെച്ചിട്ടാണ്. DHA എന്ന് പറഞ്ഞൊരു omega-3 വെച്ചിട്ടാണ് നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞൊരു കൊഴുപ്പിനെ ഇത് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ ചർമ്മത്തിന് ഇത് സൂപ്പർ ആയിട്ട് ഉപയോഗിക്കും. നമ്മുടെ റെട്ടിനയിൽ ധാരാളമായിട്ടുള്ള omega-3 ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും ആവശ്യമുള്ള ഏറ്റവും നല്ലൊരു സൂപ്പർ ഫാറ്റി ആസിഡാണ് omega-3 ഫാറ്റി ആസിഡ്സ്. അടുത്തത് ലാസ്റ്റ് 5ാമത്തെ ബെസ്റ്റ് ഫാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, ബീഫിലെ ഫാറ്റ്, ടാലോ എന്നാണ് അറിയപ്പെടുന്നത്. ഇതും പല രാഷ്ട്രങ്ങളിലും ഒരു മെയിൻ കുക്കിംഗ് ഓയിലായിരുന്നു ടാലോ. പന്നിയുടെ ഫാറ്റ്, പോർക്കിൻ്റെ ഫാറ്റിന് പറയുന്ന പേരാണ് ലാർഡ്, ബീഫിൻ്റെ ഫാറ്റിന് പറയുന്ന പേരാണ് ടാലോ. ഞാൻ ഈ മാംസമൊക്കെ വീട്ടോട് മേടിക്കുന്ന സമയത്ത് ഈ ഫാറ്റ് എക്സ്ട്രാ ഇടാൻ വേണ്ടി ഈ ഷോപ്പിലെ ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇതിനകത്തുള്ളത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. ഏകദേശം 45% മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ടാലോയ്ക്കകത്തുള്ളത്. അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും 50% വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത omega-6, ഞാൻ പറഞ്ഞല്ലോ സൺഫ്ലവറിലുള്ളത് omega-6 ആണ്. omega-6 എത്രയേ ഉള്ളൂ? വെറും
5% മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ കണ്ടു ഈ പോർക്ക് ഫാറ്റിൻ്റെയും പ്രധാന പ്രത്യേകത, ലാർഡിൻ്റെ പ്രധാന പ്രത്യേകതയാണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അതായത് സൺഫ്ലവർ ഓയിലുള്ള പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വളരെ കുറവാണ്. ഞാൻ ഇന്നൊരു ഫാറ്റ് ചൂസ് ചെയ്യുന്നത് ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എത്ര കുറവുണ്ടെന്ന് നോക്കിയിട്ടാണ് ഞാനൊരു ഫാറ്റ് ചൂസ് ചെയ്യാറുള്ളത്. എത്ര കുറവാണോ അത്രയ്ക്ക് അത് നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ സൂപ്പറാണത്. അപ്പം ബീഫ് ഫാറ്റും അല്ലെങ്കിൽ ടാലോ, ബീഫിലുള്ള ടാലോ എന്ന് പറഞ്ഞ ഫാറ്റും അമേസിംഗ് ആണ്, ഇൻക്രെഡിബിൾ ആണ്. നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ വേസിലാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബെസ്റ്റ് ഓയിൽ ഫോർ കുക്കിംഗ് കോക്കനട്ട് ഓയിൽ ഫസ്റ്റ്, രണ്ടാമത്തത് നെയ്യാണ്, ഗീ. മൂന്നാമത്തത് ലാർഡ് എന്ന് പറയും, പോർക്ക് ഫാറ്റ്. പിന്നെ ഫാറ്റ് ഫ്രം ഫിഷ്. അഞ്ചാമത്തത് ടാലോ, ബീഫ് ഫാറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പ്രത്യേകത 2, 3, 4, 5 എല്ലാം ആനിമൽ ഫാറ്റാണ്. പ്ലാന്റ് ബേസ്ഡ് ഫാറ്റ് ഒരെണ്ണം മാത്രമേ കോക്കനട്ട് ഓയിലുള്ളൂ. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ എസ്കിമോസ് ഒക്കെ വെറും ആനിമൽ ഫാറ്റ് മാത്രമാണ്, എക്സ്ക്ലൂസീവായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അവർക്കെല്ലാം എക്സെപ്ഷണൽ ലോഞ്ചിവിറ്റി ഉണ്ട്. അപ്പോൾ ആനിമൽ ഫാറ്റ് ഒരു മോശം വസ്തുവല്ല. യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ഈസ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, റിഫൈൻഡ് ഫാക്ടറികളിൽ നിന്ന് വരുന്ന എണ്ണകളാണ് മനുഷ്യൻ്റെ ആയുസിനെ നശിപ്പിച്ചിരിക്കുന്നത്. ഒന്നാലോചിക്കുക, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പൂർവികർ ഈ ആനിമൽ ഫാറ്റൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഫാറ്റുകൾ ഉപയോഗിച്ചപ്പോൾ ആർക്കും ഹൃദ്രോഗവും ഇല്ല, പ്രമേഹവും ഇല്ല, ഡയബറ്റീസും ഇല്ല, ജീവിതശൈലി രോഗങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫാറ്റ് എന്ന് പറയും, ഈ ഫാക്ടറികളിൽ ഉണ്ടാക്കി പാക്കഡായിട്ട് വരുന്ന ഫാറ്റുകളാണ് നമ്മുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നല്ല ഫുഡിനെ ചൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഡയറ്ററി ലിറ്ററസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ച് നമുക്ക്, പോഷകാംശങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, അത് ഇനി വരുന്ന തലമുറയ്ക്കും നമ്മുടെ രാഷ്ട്രത്തിനും ഒരു മുതൽക്കൂട്ടായിരിക്കും. താങ്ക് യു വെരി മച്ച്.